വീണ്ടും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് തനിയെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ചെറിയ യാത്രയാണിത്. ഹായ് ഡിയേഴ്സ്. അപ്പം ആ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഞാൻ എയറോബിക് ട്രെയിനറായിട്ട് ലൈഫ് ചേഞ്ച് എന്നൊരു ഫിറ്റ്നസ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം വീഡിയോ വാച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. അവിടുന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോൾ വന്നു, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. ഒരു 5 മണിക്കൊക്കെ കോൾ വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ജോലിയിലാണ്. പിന്നെ ആദ്യം ട്യൂഷന് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും പെട്ടെന്ന് പോയിട്ട് വരാം ആദ്യം എന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഊബർ ബുക്ക് ചെയ്ത് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. കുറേ നേരം പലരവട്ടം ബ്ലോക്കിൽ കിടക്കുന്നതാണ് ഈ കാണുന്നത്. ചെറുതുങ്ങൾ വയലൻ്റായി തുടങ്ങി. കാരണം ഒരു 10 മിനിറ്റോളം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല പനിയായിരുന്നു. ഉച്ചവരെ തീ പൊടുന്ന പോലെ പനിയായിരുന്നു. മെഡിസിൻ കൊടുത്തതിൻ്റെ ഒരു ചെറിയ റിലീഫ് ഉണ്ട്. അതിലാണ് അവരിങ്ങനെ ഓക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിയതാണ്. കാരണം കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ നിർത്താനും പറ്റില്ലല്ലോ. അപ്പം അവിടുന്ന് പറഞ്ഞു കുട്ടികളെയും കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ഈ കാണുന്നതാണ് ലൈഫ് ചേഞ്ച്, പാലാരിവട്ടത്താണ്. ലൊക്കേഷനും അവരുടെ FB ഇൻസ്റ്റ പേജൊക്കെ കൊടുക്കാം. വളരെ നല്ലൊരു ഫിറ്റ്നസ് സെൻ്ററാണ്. ഞാനിപ്പോൾ അവിടെ എയറോബിക് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജിം ട്രെയിനർ ആകാനുള്ള NSDCയുടെ കോഴ്സും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പൊക്കെ ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബറിൽ ഇപ്പോൾ അതിൻ്റെ എക്സാമാണ്. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. എന്നെ എന്തിനാ വിളിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ഷൂട്ടുണ്ടോ, അതൊന്നും അറിയില്ല. ഞാൻ എന്തായാലും യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നത്. തന്നെ അവിടെ എന്തെങ്കിലും പ്രൊമോഷൻ്റെ ബേസ് ആയിട്ടുള്ള വീഡിയോ ഷൂട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെന്ന് കരുതിയിട്ട് ആദ്യം പതുക്കെ പോ. പോട്ടെ പോട്ടെ പോട്ടെ. എന്താണ് ഇന്നിവിടെ നിക്കാതി? എന്താണ് ഇവിടെ ഇന്ന്? എന്നോട് വരാൻ പറഞ്ഞു സാറ്. ഞാനാണെങ്കിൽ ഇവരൊന്നും പുറക്കി വരില്ലല്ലോ. നീ വീഴാനാണോ കുഞ്ഞു? നാളെ ട്യൂഷൻ. ആളുണ്ടാവും, മാറിക്ക് കുഞ്ഞു. കൈതാ ആരുണ്ട്? ഭാഗ്യം. കേറ് കേറ് കേറ്. പനി വരണോ നിങ്ങൾക്ക്? മെഡിസിൻ്റെ ഇതിലിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനിയൊന്ന് ജസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉന്മേഷമാണ് ഇവരിൽ കാണുന്നത്. ഉച്ചവരെ പാവങ്ങൾ പനിച്ച് കിടപ്പായിരുന്നു, കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ വന്ന എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഓടിക്കളിക്കും. അതാണ് വേറൊരു ടെൻഷൻ. ഈവനിങ്ങിൽ അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ട്. മാത്രമല്ല ഈ മെഷീനും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കാരണം ഭയങ്കര അപകടമാണ് ഇവിടെ. അപ്പോൾ ഇനി ഇവരുടെ അംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഈ വീഡിയോയിൽ. കുറച്ചേരം ഇവരെ മൊബൈൽ കൊടുത്ത് താഴെ ഇരുത്തി. പിന്നെ ഇവരിങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവരെയും വിളിച്ച് മുകളിലേക്ക് വന്നു. അവിടെ സുംബ എയറോബിക്സ് യോഗ കൊടുക്കുന്നൊരു ഹോളുണ്ട്. അതാണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടത്, ജിംബോളൊക്കെ ഉള്ള. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് അത് അടച്ചിടാന്ന് വെച്ചു. പക്ഷെ അവിടെ ക്ലയൻസ് വെയിറ്റിംഗ് ആയിരുന്നു നെക്സ്റ്റ് സെറ്റ് സുംബ ചെയ്യാനായിട്ടേ. അപ്പം പിന്നെ അവിടെ ഓടിക്കളിയൊക്കെ കൂടി. ഇപ്പം അവിടെ മെഷീൻസും ഉണ്ട്. അപ്പം ഞാൻ എടുത്ത് ഇവരെ വീണ്ടും താഴേക്ക് കൊണ്ടുവന്നു. പിന്നെ പാവങ്ങൾക്ക് പനി പതിയെ വരാൻ തുടങ്ങി. പിന്നെ സൈലൻ്റായിട്ടിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന രംഗമാണ്. അപ്പം എന്നെ വിളിപ്പിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, മീറ്റിംഗ് ഉണ്ടായിരുന്നു ചെറിയൊരു, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പേഴ്സണലായിട്ട് ഞാനും 2-3 പേരൊക്കെ സാറിൻ്റെ ക്യാബിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 8-8:30 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ ട്യൂഷനും മിസ്സായി. പാവൻ്റെ മക്കൾ അധികം വഴക്കില്ലാതൊന്നും ഇരുന്ന്, കുഞ്ഞുങ്ങൾ തീരെ വയ്യാഞ്ഞിട്ട് പോലും. ഊബർ വിളിച്ചില്ല. ഊബർ വിളിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കയറി പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങേണ്ടി വരും. പിന്നെ കുഞ്ഞുങ്ങൾ ഇത്രയും തന്നെ വെയിറ്റ് ചെയ്ത് കാരണം അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങി കൊടുക്കണമെന്നുണ്ടായിരുന്നു. കുഞ്ഞു പറഞ്ഞു വിശക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും വേണമെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ തൊട്ടടുത്ത് കടകളില്ല, കുറച്ച് അങ്ങോട്ട് നടക്കണം ബേക്കറി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് നടക്കാമെന്ന് കരുതി പതിയെ നടക്കുകയാണ്. മഴയൊക്കെ പെയ്ത് റോഡൊക്കെ വെള്ളമാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എന്തോ ദൈവാനുഗ്രഹം മഴ ഉണ്ടായില്ല. ആദ്യം എൻ്റെ കൂടെയുള്ളതാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങാനുള്ള എൻ്റെ ഏക ധൈര്യം. വലിയൊരു സപ്പോർട്ടറാണ് ആദ്യം. ശരിക്കും പറഞ്ഞാൽ വലിയൊരാളുടെ പ്രസൻസ് തന്നെയാണ് അവനിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്.
ഭയങ്കര കംഫർട്ടാണ് ആദിയുടെ കൂടെ പോകാനായിട്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ അവൻ മാനേജ് ചെയ്യും. ഞാൻ ആ ക്യാബിലിരുന്ന് സാറിനോട് ഏകദേശം 3/4 മണിക്കൂറോളൊക്കെ സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ ഈ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്തത് ആദിയാണ്. അതിൻ്റെ സത്യം പറഞ്ഞാൽ ആദിനെ പോലെ ഒരു മോനെ കിട്ടിയത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അവിടെ 2-3 ക്ലയൻറ്റിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആദ്യം വിചാരിച്ചു ട്വിൻ ബേബീസ് മാത്രം എൻ്റെ മക്കളെന്ന്. പിന്നെ ആദ്യം എൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ അവർ ശരിക്കും പറഞ്ഞു അയ്യോ, അവർ ഭയങ്കര സർപ്രൈസായി. ഇവർ 4 പേരെയും കൂടെ കണ്ടപ്പോൾ ക്ലയൻസിന് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ഏത് ടൈമിലാണ് ട്രെയിനിങ്ങിന് വരുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. കുഞ്ഞൊരു ഷോപ്പ് കാണിച്ചു അവിടെ കയറാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കയറില്ല, തൊട്ടപ്പുറത്ത് ഫ്രൂട്ട് ഷോപ്പും കോഫി ഷോപ്പൊക്കെ ആയിട്ടൊരു ചെറിയ കടയുണ്ട്, അവിടേക്ക് കയറി. അവിടെ കയറിയിട്ട് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പി ഫീസ് വേണം, 7up വേണമെന്ന് പറഞ്ഞ് ഒരേ വാശിയായിരുന്നു. അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ് തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, പനിയൊക്കെയല്ലേ, കരഞ്ഞ് വാശി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ അതും കഴിഞ്ഞ് അവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. തമ്മനം ഭാഗത്താണ് വീട്, ഇതിപ്പോൾ ഉള്ളത് പാലാരിവട്ടത്താണ്. സൂക്ഷിച്ചു പോകാൻ, കുഞ്ഞ് താഴെ നോക്കി ഇറങ്ങ്, താഴെ നോക്കിയില്ലെങ്കിൽ വീഴും. ആ കയറാം, ബാ കയറിക്കോ കയറിക്കോ കയറ്റിക്കോ, ഒന്ന് ഹോട്ടലിൽ കയറ്. ആ ബാ, ഫ്രണ്ടിലാണ്. പോവോ? ബാ കയറ്റ് കയറ്റ് കയറ്, അച്ചു കയറ്. എന്ത് മിഠായി ഇവിടെ? ശൂരിയോ? ശൂരി അത് കയ്യിലെടുത്തോ ഇനി. ആ ഇതാണ് എടുക്കേണ്ടത്. ഒരു മനുഷ്യന്റെ അച്യുതാനന്ദനായിപ്പോയി. ആദ്യ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇത് പിടിക്കും, ഇങ്ങോട്ട് എടുക്കും, തിരിച്ചെടുക്കും, അതുകൊണ്ട് എടുത്ത് വൈകിട്ട്